ഹായ് ഓൾ. നെക്സ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നാച്ചുറൽ പ്രൊഡക്ട്സ് ഇൻ കെമിസ്ട്രിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ആൽക്കലോയിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, അമിനോ ആസിഡ്സ് അതേപോലുള്ള ബയോമോളിക്യൂൾസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ നാച്ചുറൽ പ്രൊഡക്ട്സിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയിലുള്ള നാച്ചുറൽ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ. അതായത് 1-2 മാർക്കിനുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ വന്ന് കാണാറുള്ളൂ ഈ ഒരു ഏരിയയിൽ നിന്ന്. പിന്നെയും കാർബോഹൈഡ്രേറ്റ്സ് എന്ന ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബാക്കി നാച്ചുറൽ പ്രൊഡക്ട്സ് ഇപ്പോൾ ആൽക്കലോയിഡ്സ് ഒക്കെ ആണെങ്കിലും വളരെ ചെറിയ ക്വസ്റ്റ്യൻസ്, 1-2 അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആൽക്കലോയിഡ്സ് ആണ് പറയാൻ പോകുന്നത്. ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അതൊരു നാച്ചുറൽ പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ്. നാച്ചുറൽ പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ് ഈ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും എന്താണ് ബേസിക് ആയിരിക്കും. അതായത് എക്സെപ്ഷൻസ് ഉണ്ട്. ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ബേസിക് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് മിക്ക ആൽക്കലോയിഡ്സ് എന്താണ് ബേസിക് ആണ്. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാം അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ ആറ്റം എങ്കിലും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ്. നാച്ചുറൽ പ്ലാന്റ് പ്രൊഡക്ട്സ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ ആറ്റം. ഒരു നൈട്രജൻ ആറ്റം എങ്കിലും കണ്ടെയ്ൻ ചെയ്യുന്ന നാച്ചുറൽ പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ് ജനറലി നമ്മൾ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഡെഫിനിഷൻസിൽ കാണാം ഈ ആൽക്കലോയിഡ്സ്, എല്ലാ ആൽക്കലോയിഡ്സും അതിൻ്റെ ഡെഫിനിഷൻസിൽ ഉണ്ടാവും. ചിലപ്പോൾ ഹെട്രോസൈക്ലിക് റിങ് കണ്ടെയ്ൻ ചെയ്യുന്ന നാച്ചുറൽ പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ് ആൽക്കലോയിഡ്സ് എന്ന് കണ്ടെയ്ൻ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഡെഫിനിഷൻ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ ആൽക്കലോയിഡ്സിനകത്തും ഹെട്രോസൈക്ലിക് റിങ് ഉണ്ടാവണമെന്നില്ല. എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാ ആൽക്കലോയിഡ്സിനകത്ത് എന്തുണ്ടാവും? നൈട്രജൻ ഉണ്ടാവും. ഒരു നൈട്രജനെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും? ഉണ്ടാവും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ് ആൽക്കലോയിഡ്സ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ ആറ്റം. മിക്കവാറും എല്ലാത്തിനകത്ത് എന്തുണ്ടാവും? ഹെട്രോസൈക്ലിക് റിങ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, ഹെട്രോസൈക്ലിക് റിങ് ഇല്ലാത്തത് ഉണ്ടാവും. അതുപോലെ ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആൽക്കലോയിഡ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അതുപോലെ ഇത് കളർലെസ് ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയുമ്പോൾ ഓൾമോസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഇതായത് ബേസിക് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഹെട്രോസൈക്ലിക് റിങ് കണ്ടെയ്ൻ ചെയ്യുന്നത് എക്സെപ്ഷൻസ് ഉണ്ടാവുകയെ. ഹെട്രോസൈക്ലിക് റിങ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും മിക്കവാറും ആൽക്കലോയിഡ്സിനകത്തും. മിക്കവാറും ആൽക്കലോയിഡ്സ് കളർലെസ് ആണ്. ഓക്കെ, എന്ന് വിചാരിച്ച് കളേർഡ് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഒന്നും ഇല്ല എന്നല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. കളേർഡ് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. എക്സാമ്പിൾ നമ്മുടെ കൊണൈൻ, നിക്കോട്ടിൻ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. നിക്കോട്ടിൻ, ബെറിബെറിൻ, ഇത് നമ്മൾ മിക്കവാറും യൂഷ്വലി കേൾക്കാറുള്ള പേരാണ്. കൊനൈൻ, നിക്കോട്ടിൻ ആൻഡ് ബെറിബെറിൻ ഇതൊക്കെ എന്താണ് ആൽക്കലോയിഡ്സ് ആണ്. കളർലെസ് ആണ്. മീൻസ് മിക്കവാറും എല്ലാ ആൽക്കലോയിഡ്സും കളർലെസ് ആണ്. ബട്ട് ഈ 3 എന്താണ് കളേർഡ് ആണെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. മിക്കവാറും ആൽക്കലോയിഡ്സിന്റെ പ്രോപ്പർട്ടിയിൽ എല്ലാം കളർലെസ് ആണ്. ബട്ട് ഈ കൊണൈൻ, നിക്കോട്ടിൻ ആൻഡ് ബെറിബെറിൻ ആർ കളേർഡ് ആൽക്കലോയിഡ്സ് ആണ്. ഈ പേര് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഈ പേര് നോക്കുമ്പോൾ നമുക്ക് ജനറലി നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എന്താണ്? INE അവസാനിക്കുന്നതൊക്കെ എന്താണ്? ആൽക്കലോയിഡ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. INE അവസാനിക്കുന്നത് ആൽക്കലോയിഡ്സ്. എല്ലാ ആൽക്കലോയിഡ്സിന്റെ പേരും INE അവസാനിക്കുക. എൻസിൻ INE. നെയിം ഓഫ് ആൽക്കലോയിഡ്സ് എൻസ് ഇൻ INE അവസാനിക്കുക. INE. ഇപ്പോൾ കൊനൈൻ, നിക്കോട്ടിൻ അങ്ങനെയൊക്കെ എല്ലാം INE അവസാനിക്കുക. ജനറലി എല്ലാം നോൺ വോളറ്റൈൽ ആണ്. എല്ലാ ആൽക്കലോയിഡ്സും നോൺ വോളറ്റൈൽ ആണ്. ബട്ട് വോളറ്റൈൽ ആയിട്ടുള്ളതും ഉണ്ട്. ജനറലി നോൺ വോളറ്റൈൽ ആണ്. എക്സെപ്ഷൻസ് ഉണ്ട്. വോളറ്റൈൽ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. അതുപോലെ ജനറലി ക്രിസ്റ്റലൈൻ ആണ്. എന്നാലും അമോഫസ് ആയിട്ടുള്ള
അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൽക്കലോയിഡ്സും ഉണ്ട്. ഓക്കെ, ജനറലി ഉള്ള കാര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ബേസിക് ആണ്. ഹെറ്ററോസൈക്ലിക് റിംഗ് ഉണ്ടാവും, കളർലെസ് ആണ്, INEയിലാണ് ആൽക്കലോയിഡ്സിൻ്റെ പേര് അവസാനിക്കുക, നോൺ വോളറ്റൈൽ ആയിരിക്കും, ക്രിസ്റ്റലൈൻ ആയിരിക്കും. ഇതിനൊക്കെയും എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ ആൽക്കലോയിഡ്സും കളർലെസ് അല്ല. കളേർഡ് ആയിട്ടുള്ള കൊനൈൻ, നിക്കോട്ടിൻ, ബെറിൻ ഒക്കെയും ഉണ്ട്. ഓക്കെ, സോ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ ആറ്റം എങ്കിലും കണ്ടെയ്ൻ ചെയ്യുന്ന നാച്ചുറൽ പ്ലാന്റ് പ്രോഡക്ട്സ് ആണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ പറയും മിക്കവാറും ആൽക്കലോയിഡ്സ് ഒക്കെയും ബേസിക് ആണ്, എക്സെപ്ഷൻസ് ഉണ്ട്. മിക്കവാറും ആൽക്കലോയിഡ്സ് ഒക്കെയും കളർലെസ് ആണ്, എക്സെപ്ഷൻസ് ഉണ്ട്. കളേർഡ് ആയിട്ടുള്ള നിക്കോട്ടിൻ, കൊനൈൻ, ബെറിൻ ഒക്കെയും കളേർഡ് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ആണ്. ഹെറ്ററോസൈക്ലിക് റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കലോയിഡ്സ് ആണ് മിക്കവയും. പക്ഷേ റിംഗ് ഇല്ലാത്ത വെറും നൈട്രജൻ മാത്രമുള്ള എന്തുണ്ട് ആൽക്കലോയിഡ്സും ഉണ്ട്. ഓക്കെ, എല്ലാ ആൽക്കലോയിഡ്സിൻ്റെയും നെയിം എന്ത് ചെയ്യുന്നത് INEയിലാണ്. നോൺ വോളറ്റൈൽ ആണ് മിക്കവാറും, പക്ഷെ വോളറ്റൈൽ ആയിട്ടുള്ളതും ഉണ്ട്. അതുപോലെ ക്രിസ്റ്റലൈൻ ആണ് മിക്കവാറും, എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആൽക്കലോയിഡ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ജനറലായിട്ട് എന്താണ് എന്നുള്ളത് പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ആൽക്കലോയിഡ്സിൻ്റെ കേസിൽ, അല്ലാതെ എല്ലാ ആൽക്കലോയിഡ്സിൻ്റെയും പ്രിപ്പറേഷൻസ് അതെങ്ങനെ ഉണ്ടാക്കുക, അതിൽ നിന്ന് വരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം സിമ്പിൾ ടോപ്പിക്ക്, സിമ്പിൾ വെയിറ്റേജിൻ്റെ ടോപ്പിക്കാണ്, അതിനനുസരിച്ച് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അതായത് നമ്മുടെ ആൽക്കലോയിഡ്സിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന ചില ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. സാധാരണ മോർഫിൻ എന്ന് കേട്ടിട്ടുണ്ടാവും. മോർഫിൻ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, മോർഫിൻ കൊടുത്തു എന്നൊക്കെ. ഡ്രഗാണ്. എന്തിന് യൂസ് ചെയ്യുന്നതാണ്? അനാൽജസിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മോർഫിൻ എന്ന് പറയുന്നത്. പെയിൻ കില്ലർ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യുനൈൻ നമ്മൾ മിക്കവാറും കേൾക്കാറുണ്ട്. മിക്കവാറും കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ക്യുനൈൻ ഏതിൻ്റെ ഡ്രഗ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻറ്റി മലേറിയൽ ഡ്രഗ് ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്യുനൈൻ യൂസ് ചെയ്യുന്നത് ആൻറ്റി മലേറിയൽ ഡ്രഗ് ആയിട്ട്. മലേറിയൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് ആയിട്ടാണ് ക്യുനൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ക്യുനൈൻ. ഇപ്പോൾ നാച്ചുറൽ പ്രൊഡക്ട്സിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്, എന്താണ് ക്യുനൈൻ എന്താണ് എന്നുള്ളത്. ക്യുനൈന് ആൻറ്റി മലേറിയൽ ഡ്രഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ PG എക്സാമിനേഷന് 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും PSC കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ക്യുനൈൻ എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ആൻറ്റി മലേറിയൽ ഡ്രഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോർഫിൻ ആൻഡ് അട്രോപ്പിൻ. നേരത്തെ നമ്മൾ മോർഫിൻ പറഞ്ഞു, അതേപോലെ മോർഫിൻ ഓൾസോ അട്രോപ്പിൻ, ഈ രണ്ട് അട്രോപ്പിന് യൂസ് ചെയ്യുന്നത് മെൻ്റൽ ഡിസോർഡറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഡിസോർഡറിനുള്ള ഡ്രഗായിട്ട് അട്രോപ്പിനും മോർഫിനും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വിൻക്രിസ്റ്റിൻ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വിൻക്രിസ്റ്റിൻ അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗാണ് വിൻക്രിസ്റ്റിൻ എന്ന് പറയുന്നത്. വിൻക്രിസ്റ്റിൻ. നെക്സ്റ്റ് എപ്പിഹെഡ്രിൻ നമ്മൾ മിക്കവാറും കേൾക്കാറുണ്ട്. അത് എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ആസ്മക്ക് യൂസ് ചെയ്യുന്ന ആൽക്കലോയിഡ്സ് ആണ് എപ്പിഹെഡ്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും പറയുന്നത് ആൽക്കലോയിഡ്സിന് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ജനറലി നമ്മൾ കേൾക്കുന്ന പേരുകളാണ് ഇതൊക്കെ, അല്ലേ? ഇപ്പം നമ്മൾ സാധാരണ ക്യുനൈന്, മോർഫിന്, അട്രോപ്പിൻ, വിൻക്രിസ്റ്റിൻ, എപ്പിഹെഡ്രിൻ ഒക്കെ കേൾക്കാറുണ്ട്. സാധാരണ നമ്മൾ ആസ്മയുടെ മരുന്നിലൊക്കെയും ആൽക്കലോയിഡായിട്ട് ഇതുണ്ടാവും, എപ്പിഹൈഡ്രിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയും ആൽക്കലോയിഡ്സ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ഇത് എന്തിന് യൂസ് ചെയ്യുന്നത്, ഈ ആൽക്കലോയിഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മാത്രമാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കലോയിഡ്സ്. വലിയ രീതിയിലൊന്നും പഠിക്കാനില്ല, ചെറിയ രീതിയിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറാണ് ഈ ആൽക്കലോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഒന്നാമത്തത്
ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്സ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കലോയിഡ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്നാമത്തത് ഫീനൈൽ ഈഥൈൽ അമീൻ കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ്. ഫീനൈൽ ഈഥൈൽ അമീൻ കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കലോയിഡ്സ് ആണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബീറ്റ ഫീനൈൽ ഈഥൈൽ അമീൻ. എക്സാമ്പിൾസ് ആണ് ബീറ്റ ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്, എപ്പിഹെഡ്രിൻ ആൽക്കലോയിഡ്. നേരത്തെ നമ്മൾ എപ്പിഹെഡ്രിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ്മക്ക് യൂസ് ചെയ്യുന്ന ആൽക്കലോയിഡ് ആണെന്ന്. പിന്നെ ബെൻസിറിഡിൻ ആൽക്കലോയിഡ്, ടൈറാമിൻ ആൽക്കലോയിഡ്, അഡ്രിനാലിൻ. എപ്പിഹെഡ്രിൻ്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ വരക്കാം. ഒരു ബെൻസീൻ റിങ്, ഫീനൈൽ ഈഥൈൽ അമീൻ, അതാണെന്ത് എപ്പിഹെഡ്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്ട്രക്ചറായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഹെട്രോസൈക്ലിക് റിങ് ഇല്ല, ഫീനൈൽ മീഥൈൽ അമീൻ റിങ് ആണുള്ളത്. ബേസിക് ആയിട്ടുള്ള ഫീനൈൽ ഈഥൈൽ അമീൻ റിങ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഈ ഫീനൈൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫീനൈൽ ഈഥൈൽ അമീൻ കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഹെട്രോസൈക്ലിക് റിങ് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അതിനകത്ത് എന്താ ഉള്ളത്? ഫീനൈൽ ഈഥൈൽ അമീൻ റിങ് ആണ് ഉള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബീറ്റ ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്, എപ്പിഹെഡ്രിൻ ആൽക്കലോയിഡ്, ബെൻസിറിഡിൻ ആൽക്കലോയിഡ്, ടൈറാമിൻ ആൻഡ് അഡ്രീനാലിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രക്ചേഴ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചു നോക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പൈറോളിഡിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ്. പൈറോളിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്നതിന് എക്സാമ്പിൾസ് ആണ് ഹൈഗ്രീൻ എന്ന് പറയുന്നത്. പൈറോളിഡിൻ റിങ് എങ്ങനെയുണ്ടാവുക? ആണ് പൈറോളിഡിൻ റിങ് അല്ലേ? പൈറോളാണ്. പൈറോളിൽ ഈ ഡബിൾ ബോണ്ട് ഇല്ല എങ്കിൽ പൈറോളിഡിൻ റിങ് ആയി മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെട്രോസൈക്ലിക് കെമിസ്ട്രിയിൽ CH2CO CH3. ഇതാണ് എന്ത് ഹൈഗ്രീൻ എന്ന് പറയുന്നത്. അതായത് പൈറോളിഡിൻ റിങ് ആണ് എന്തുള്ളത് ഇതിനകത്തുള്ളത്. ഇതൊരു ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള ആൽക്കലോയിഡ് ആണ്. സോ പൈറോളിഡിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്. ഒന്നാമത്തത് ഫീനൈൽ ഈഥൈൽ അമീൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്. പൈറോളിഡിൻ്റെ എക്സാമ്പിൾ ആണ് ഹൈഗ്രീൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് പിരിഡിൻ ആൻഡ് പിപ്പെരിഡിൻ. നമ്മൾ പിരിഡിൻ എന്താണ് പിപ്പെരിഡിൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. പിരിഡിൻ ആൻഡ് പിപ്പെരിഡിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ് ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. പിരിഡിൻ ആൻഡ് പിപ്പെരിഡിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ്. ഓക്കെ, പിരിഡിൻ റിങ്ങും പിപ്പെരിഡിൻ റിങ്ങും കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കലോയിഡ്സ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ട്രിഗണൽ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്പോഴത്തെ പറയുന്നത്. പിരിഡിൻ ആൻഡ് പിപ്പെരിഡിൻ റിങ്ങിൻ്റെ എക്സാമ്പിൾസ് ട്രിഗോണലിൻ, റിസിനിൻ, കൊനൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതിൻ്റെ സ്ട്രക്ചർ വരച്ചു തരാം. കൊനൈൻ്റെ സ്ട്രക്ചർ ഇതാണ്. കൊനൈൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതായത് പിപ്പെരിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ടാണിത്. ഓക്കെ, ഹെട്രോസൈക്ലിക് റിങ് ഉണ്ട്. കൊനൈൻ കളേർഡ് കോമ്പൗണ്ട് ആണ്. ഇതിന് നമ്മൾ ഹെംലോക്ക് ആൽക്കലോയിഡ് എന്ന് കൂടെ പറയും. ഹെംലോക്ക് ആൽക്കലോയിഡ് ഏതാണ്? കൊനൈനെ നമ്മൾ ഹെംലോക്ക് ആൽക്കലോയിഡ് എന്ന് കൂടെ പറയും. സോ കൊനൈൻ എന്ന് പറയുന്നത് കളേർഡ് ആണ്. അത് പിരിഡിൻ പിപ്പെരിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ പറഞ്ഞതൊക്കെയും അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് പിപ്പരിൻ. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ ആണ് പിപ്പരിൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് പെപ്പർ
ആണ്. ഈ പിപ്പരിൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബ്ലാക്ക് പെപ്പറാണ് ഈ പിപ്പരിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ്? ആൽക്കലോയിഡ് ആണ്. കുരുമുളക് എന്ന് പറയുന്നത് ആൽക്കലോയിഡ് ആണ്. അതായത് പിപ്പരിനാണ് ഇതിനകത്തുള്ളത്. അതും എന്താണ്? ഇതിനകത്ത് പെടും. പിപ്പരിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്ന പിരിഡിൻ അല്ലെങ്കിൽ പിപ്പിരിഡിൻ റിങ് ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചറിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഇതിന് ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇനി 4ാമത്തെ ക്ലാസിഫിക്കേഷൻ പൈറോളിഡിൻ ആൻഡ് പിരിഡിൻ റിങ് കണ്ടെയ്നിങ്. പൈറോളിഡിൻ റിങ്ങും പിരിഡിൻ റിങ്ങും കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കലോയിഡ്സ്, 2 റിങ്ങും കണ്ടെയ്ൻ ചെയ്യുന്ന പൈറോളിഡിൻ ആൻഡ് പിരിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കലോയിഡ്സ് ആണ് 4ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ പൈറോളിഡിൻ ആൻഡ് പിരിഡിൻ. പൈറോളിഡിൻ ആൻഡ് പിരിഡിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ്. ഈ 2 റിങ്ങും കണ്ടെയ്ൻ ചെയ്യുന്ന ആൽക്കലോയിഡ്സ് ആണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, പൈറോളിഡിൻ എന്താണെന്ന് അറിയാം. 5 മെമ്പേർഡ് റിങ്ങിൽ ഡബിൾ ബോണ്ട് ഇല്ലാത്തത്. പിന്നെ പിരിഡിൻ എന്താണെന്ന് നമുക്കറിയാം, 6 മെമ്പേർഡ് റിങ്ങിൽ നൈട്രജൻ ഉള്ളത്. സോ എക്സാമ്പിൾ, ഫേമസ് എക്സാമ്പിളാണ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ എന്ന് പറയുന്നത് പൈറോളിഡിൻ പിരിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അതെന്താണ്? നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എന്ത്? ടൊബാക്കോ ആൽക്കലോയിഡ് ആണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൊബാക്കോക്കകത്തുള്ള ഈ കെമിക്കൽ ഏതാണ്? നിക്കോട്ടിനാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് മിക്കവാറും എക്സാംസിന് PSC എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ് അല്ലേ. പുകയിലൊക്കെ അകത്തുള്ള കെമിക്കൽ രാസവസ്തു നിക്കോട്ടിനാണ്. അപ്പോൾ നിക്കോട്ടിൻ എന്ന് പറയുന്നത് പൈറോളിഡിൻ പിരിഡിൻ റിങ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം പിരിഡിൻ റിങ് വരക്കാം. പിരിഡിൻ റിങ് ആണ്. നമുക്ക് ഹൈഡ്രോസൈക്കിളിലേക്ക് പഠിച്ചിട്ടുണ്ട്. പൈറോൾ റിങ് വരക്കാം, CH3. ഇതാണ് എന്ത്? നിക്കോട്ടിൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. അതാണ് പൈറോളിഡിൻ, ഇത് പിരിഡിൻ. നെക്സ്റ്റ് കൊക്ക ആൽക്കലോയിഡ്. കൊക്ക ആൽക്കലോയിഡ് എക്സാമ്പിളാണ് കൊക്കൈൻ എന്ന് പറയുന്നത്. കൊക്ക ആൽക്കലോയിഡിന് എക്സാമ്പിളാണ് കൊക്കൈൻ. കൊക്ക ആൽക്കലോയിഡ് അതിന് എക്സാമ്പിളാണ് കൊക്കൈൻ. ഇത് രണ്ടും ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പൈറോളിഡിൻ പിരിഡിൻ. കൊക്ക ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ഏതന്നെയാണ്? കൊക്കൈനെയാണ് നമ്മൾ കൊക്ക ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട്? പൈറോളിഡിനും പിരിഡിനും റിങ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ 5ാമത്തത് ക്വിനോളിൻ റിങ് വരുന്നത്. ക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ് ആണ്. ക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് കസ്പാരിൻ. നമ്മൾ കേൾക്കാറുണ്ട് കസ്പാരിൻ എന്ത്. അതുപോലെ ക്യുനൈൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻറ്റി മലേറിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ക്യുനൈൻ. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്വിനോളിൻ റിങ് ആണ് ഇത് അല്ലേ. ഇത് ക്വിനോളിൻ റിങ് ആണ്. ഈ ക്വിനോളിൻ റിങ്ങിനകത്ത് ഇവിടെ CH2OH ഇവിടെ OCH3 വരും. ഇതാണ് എന്ത്? ക്യുനൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്യുനൈൻ. ക്യുനൈൻ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി മലേറിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. സോ കസ്പാരിൻ ആൻഡ് ക്യുനൈൻ എന്ന് പറയുന്നത് ക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയേ ഉള്ളൂ, ഐസോക്വിനോളിൻ കണ്ടെയ്നിങ്. 6ാമത്തത് ഐസോക്വിനോളിൻ ഐസോക്വിനോളിൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഐസോക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ് ആണ്. നെക്സ്റ്റ് ഐസോക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ് ഏതാണ്? ഐസോക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആയിട്ടുള്ളത് പെപ്പാവരിൻ. പെപ്പാവരിൻ എന്ന് പറയുന്നത് ഐസോക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആണ്. ഈ പെപ്പാവരിൻ്റെ കേസിൽ എപ്പോഴും ഓർത്ത് വെക്കുക, ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇതെടുത്ത് പറയാൻ കാരണം മിക്കവാറും ആൽക്കലോയിഡ്സ് ഒക്കെയും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ബട്ട് പെപ്പാവരിൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. സോ ഐസോക്വിനോളിൻ റിങ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സിൽ വരുന്നതാണ് പെപ്പാവരിൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. നെക്സ്റ്റ് മോർഫിൻ. ഇത് ആംഫോടെറിക് ആണ്. മോർഫിൻ എന്ന് പറയുന്നത് ആംഫോടെറിക് ആണ്. നെക്സ്റ്റ്
ഈ 2 എക്സാമ്പിൾസ് ആണ് ഐസോക്വിനോളിൻ. ഇപ്പം മോർഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഐസോക്വിനോളിൻ റിംഗ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. 6 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് ഫീനൈൽ ഈഥൈൽ അമീൻ റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നത്, രണ്ടാമത്തത് പൈറോളിഡിൻ റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നത്, മൂന്നാമത്തത് പിരിഡിൻ ആൻഡ് പിപ്പിരിഡിൻ റിംഗ്, നാലാമത്തത് പൈറോളിഡിൻ ആൻഡ് പിരിഡിൻ റിംഗ്, അഞ്ചാമത്തത് ക്വിനോളിൻ, ആറാമത്തത് ഐസോക്വിനോളിൻ. അപ്പോൾ ഇത്രയും ആണെന്ത് നമ്മുടെ ആൽക്കലോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ ഫീനൈൽ ഈഥൈൽ അമീൻ റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നതിനകത്ത് ഹെട്രോസൈക്ലിക് റിംഗ് ഇല്ല. ബാക്കി എല്ലാത്തിനകത്തും ഹെട്രോസൈക്ലിക് റിംഗ് ആണുള്ളത്. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ക്വിനോളിൻ, ഐസോക്വിനോളിൻ, പൈറോളിഡിൻ, അതൊക്കെ എന്താണ്? ഹെട്രോസൈക്ലിക് റിംഗ് ആണ്. നെക്സ്റ്റ് ആൽക്കലോയിഡ്സിൻ്റെ കേസിൽ നമ്മൾ ഓൾമോസ്റ്റ് അത് ആൽക്കലോയിഡ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ജനറലി എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതാണ്, അതുപോലെ ക്ലാസിഫിക്കേഷനും ബേസ്ഡ് ഓൺ സ്ട്രക്ചറും അതിൻ്റെ എക്സാമ്പിൾസും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ലാസ്റ്റ് ആൽക്കലോയിഡ്സിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആൽക്കലോയിഡ്സ് ഏതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഏതാണ്, ആ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു ചെറിയൊരു പോർഷൻ ഒരു ടേബിളായിട്ട് പഠിച്ചാൽ മതി. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്സ് ഉണ്ടല്ലോ, ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്സ്. ഈ ആൽക്കലോയിഡ്സിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫീനൈൽ അലാനിൻ ആണ്. ഫീനൈൽ അലാനിൻ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫീനൈൽ അലാനിൻ ആണ്. ഈ ഫീനൈൽ അലാനിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഷിക്കിമിക് ആസിഡിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷിക്കിമിക് ആസിഡ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ആൽക്കലോയിഡ്സ് ഇവിടെ പറയുന്നത് ആൽക്കലോയിഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ്, അതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അത് ഇതുണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ്? ഷിക്കിമിക് ആസിഡിൽ നിന്നാണ്. ഇങ്ങനെ എഴുതാം, ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടാം, ഇങ്ങോട്ടിടാം. ഷിക്കിമിക് ആസിഡിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഫീനൈൽ അലാനിൻ ഉണ്ടാകുന്നത്. ഫീനൈൽ അലാനിനാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഏതിൻ്റെ? ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണോ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞത്, അതൊക്കെ ഉണ്ടാക്കുന്നത് ഫീനൈൽ അലാനിൻ എന്ന സ്റ്റാർട്ടിങ് മെറ്റീരിയലിൽ നിന്നാണ്. നെക്സ്റ്റ് നിക്കോട്ടിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് ഉണ്ടാക്കുന്നത് നിക്കോട്ടിനിക് ആസിഡിൽ നിന്നാണ്. ഈ നിക്കോട്ടിനിക് ആസിഡ് ഉണ്ടാക്കുന്നത് ക്വിനോളിനിക് ആസിഡിൽ നിന്നാണ്. ക്വിനോളിനിക് ആസിഡിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? നിക്കോട്ടിനിക് ആസിഡ് ഉണ്ടാകുന്നത്. ഈ നിക്കോട്ടിനിക് ആസിഡാണ് എന്തിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ? നിക്കോട്ടിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വിനോളിൻ എന്ന് പറയുന്നതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആണ് ട്രിപ്റ്റോഫാൻ. പെപ്പാവറിൻ, ടൈറോസിൻ. മോർഫിൻ്റെതും ടൈറോസിൻ തന്നെയാണ് കേട്ടോ. ടൈറോസിൻ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് വരുന്നത്. കഫീൻ്റെ പ്രിക്കേഴ്സറാണ് പ്യൂരിൻസും പിരിഡമിഡിൻസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ പ്യൂരിൻസ് ആണ് കഫീൻ്റെ പ്രിക്കേഴ്സറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്സ് ഉണ്ടാകുന്നത് ഫീനൈൽ അലാനിനിൽ നിന്നാണ്. ഫീനൈൽ അലാനിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഷിക്കിമിക് ആസിഡിൽ നിന്നാണ്. നിക്കോട്ടിൻ ഉണ്ടാകുന്നത് നിക്കോട്ടിനിക് ആസിഡിൽ നിന്നാണ്. അത് ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്വിനോളിനിക് ആസിഡിൽ നിന്നാണ്. ക്വിനോളിൻ ഉണ്ടാകുന്നത് ട്രിപ്റ്റോഫാൻ. പെപ്പാവറിൻ്റെ പ്രിക്കേഴ്സറാണ് ടൈറോസിൻ. മോർഫിൻ്റെത് ടൈറോസിൻ തന്നെയാണ്. കഫീൻ്റെത് പ്യൂരിൻ ആണ്. ഇത്രയും ആയാൽ ആൽക്കലോയിഡ്സ് എന്ന ഒരു പോർഷൻസ് ചെറിയ പോർഷനായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രം പഠിച്ചു വെക്കുക. എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മളത് കൂടെ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു അതായത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് OH ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. പോളിഹൈഡ്രോക്സി
ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ്. അപ്പോൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ആൽഡോസ്, കീറ്റോൺസിനെ പറയുന്ന പേരാണ് കീറ്റോസ്. ഓക്കെ, അപ്പോൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്, ഇതിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനി മോളിക്യൂൾ വിച്ച് ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ് ഇൻ ടു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. any molecule which can be hydrolyzed into polyhydroxy aldehydes or ketones. അതായത് ഒന്നുകിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ്, അതിനെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രോളൈസ് ചെയ്തിട്ട് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ മാറ്റാൻ പറ്റുമെങ്കിൽ അതിനെയും നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് തന്നെയാണ് പറയുക. എക്സാമ്പിൾ, കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇതൊക്കെ എന്താണ്, കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആണ്. അല്ലെങ്കിൽ എനി മോളിക്യൂൾ വിച്ച് ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ് ഇൻ ടു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്, ഇതിനാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൽറ്റോസ്, സാൾട്ട്, സെല്ലുലോസ്, ഗാലക്ടോസ്, അതൊക്കെ എന്തുതന്നെയാണ്, കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. നെക്സ്റ്റ്, carbohydrates are also known as saccharides എന്ന് പറയും. സാക്കറൈഡ്സ് ഓർ ഷുഗേഴ്സ്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ സാക്കറൈഡ്സ് എന്നും പറയാറുണ്ട്. മോണോസാക്കറൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സാക്കറൈഡ്സ് എന്നും കൂടി പറയാറുണ്ട്. സോ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് സാക്കറൈഡ്സ്. സോ സാക്കറൈഡ്സ് എന്ന് പറയും. അതിൽ തന്നെ ഒന്നാമത്തത് മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഷുഗർ യൂണിറ്റ്, ഒരു ഷുഗർ യൂണിറ്റ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ്സ്, ഷുഗറിന്റെ 2 യൂണിറ്റ്സ്. അടുത്തത് ഒലിഗോസാക്കറൈഡ്സ്, 3 to 10 വരെ ഷുഗർ യൂണിറ്റ്സ് ഉള്ളതിന് ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയും. നാലാമത്തത് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 10 യൂണിറ്റ്സിനേക്കാളും കൂടുതലുള്ള ഷുഗർ യൂണിറ്റ്സ് ഉള്ളതിനൊക്കെ നമ്മൾ പോളിസാക്കറൈഡ്സ് എന്നാണ് പറയാം. സോ നമ്മൾ ഹൈഡ്രേറ്റ്സിനെ വേറെ ഒരു പേര് കൂടി വിളിക്കും, സാക്കറൈഡ്സ്. സോ മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷുഗർ യൂണിറ്റ് മാത്രമുള്ളത്, ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഷുഗർ യൂണിറ്റ് ഉള്ളത്, ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 3 to 10 യൂണിറ്റ്സ് ഷുഗർ യൂണിറ്റ്സ് ഉള്ളത്. ഒലിഗോസാക്കറൈഡ്സിന് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ പോളിസാക്കറൈഡ്സ് എന്ന് പറയും. ഓക്കെ, അതുപോലെ വിത്ത് റെസ്പെക്ട് നമ്പർ ഓഫ് കാർബൺസിന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. വിത്ത് റെസ്പെക്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ട്രയോസ്, ടെട്രോസ്, പെൻഡോസ് എന്നൊക്കെ പറയാറുണ്ട്. ഷുഗർ യൂണിറ്റിനെ തന്നെ നമ്മൾ ട്രയോസ്, ടെട്രോസ്, പെൻഡോസ് എന്നൊക്കെ പറയാറുണ്ട്. മീൻസ് 3 കാർബൺ ആണെങ്കിൽ, കാർബൺ ആറ്റത്തിന്റെ എണ്ണാണ് 3 കാർബൺ ആണെങ്കിൽ ട്രയോസ്, 4 കാർബൺ ആണെങ്കിൽ ടെട്രോസ്, 5 കാർബൺ ആണെങ്കിൽ പെൻഡോസ് ഷുഗർ, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ഷുഗറിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ ടെട്രോസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ 4 കാർബണുള്ള ഷുഗർ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡി ആൻഡ് എൽ നൊട്ടേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡി ആൻഡ് എൽ നൊട്ടേഷൻ ആണ് പറയുന്നത്. ഡി ആൻഡ് എൽ നൊട്ടേഷൻ ഫോർ കാർബോഹൈഡ്രേറ്റ്സ്. ഡി ആൻഡ് എൽ നൊട്ടേഷൻ ഇൻ ഫിഷർ പ്രൊജക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഗ്ലിസറാൽഡിഹൈഡ്. ഗ്ലിസറാൽഡിഹൈഡ് ആണ് ഞാൻ വരക്കുന്നത്. ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, അതിൽ ഒരു സൈഡിൽ OH, ഒരു സൈഡിൽ H, ഇവിടെ CHO, ഇവിടെ CH2OH, ഇങ്ങനെയാണുള്ളത്. ഇതാണ് എന്ത്, ഗ്ലിസറാൽഡിഹൈഡ്. ഓക്കെ, ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഡി ഗ്ലിസറാൽഡിഹൈഡ് ആണ്. അതായത് ഈ സൈഡിൽ OH വരും, ഇപ്പുറം H വരും. ഇത് തന്നെ എന്ത്, ഡി ഗ്ലിസറാൽഡിഹൈഡ്.
അതായത് റൈറ്റ് സൈഡിൽ OH വരും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ OH വരുമ്പോൾ D ആണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് ഫിഷർ പ്രൊജക്ഷൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ L ഗ്ലിസറാൽഡിഹൈഡ് എങ്ങനെയായിരിക്കും? ഇവിടെ CHO തന്നെയായിരിക്കും, ഇവിടെ CH2OH തന്നെയായിരിക്കും, ഇപ്പുറത്തെ OHഉം ഇപ്പുറത്തെ Hഉം വരും. അതായത് ലെഫ്റ്റ് സൈഡിലാണ് OH ഗ്രൂപ്പ് വരുന്നതെങ്കിൽ നമ്മൾ L ഗ്ലിസറാൽഡിഹൈഡ് എന്ന് വിളിക്കും. ഇതിന്റെ ഫിഷർ പ്രൊജക്ഷൻ D ആൻഡ് L നൊട്ടേഷൻ ആണ് ഗ്ലിസറാൽഡിഹൈഡ്. ഓക്കെ, സോ ഇതിന്റെ D ആൻഡ് L നൊട്ടേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് D എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ OH വരുന്നത്, L ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ OH വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കേസിൽ ഒരു കാർബൺ, അടുത്തത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, താഴെ ആൽക്കഹോളിക് ഗ്രൂപ്പ്, പിന്നെ ഒരു OH ഒരു H, അങ്ങനെയാണ് ഉണ്ടാവുക. അത് റൈറ്റ് സൈഡിലാണ് OH എങ്കിൽ D ഗ്ലിസറാൽഡിഹൈഡ് എന്നും ലെഫ്റ്റ് സൈഡിലാണ് OH എങ്കിൽ L ഗ്ലിസറാൽഡിഹൈഡ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് കാർബണിന്റെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് എത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് എന്ന് പറയാം. അതായത് ഇപ്പോൾ D ഗ്ലിസറാൽഡിഹൈഡ് അല്ലെങ്കിൽ L ഗ്ലിസറാൽഡിഹൈഡ് പറഞ്ഞു നമ്മൾ. അതായത് ഏറ്റവും ലോവസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു കാർബൺ ആറ്റം ഉള്ളതല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് CHOവും CH2OH, അതായത് നടുക്കൊരു കാർബൺ മാത്രമേ ഉള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നോക്ക്, CHO, OH, H, CH2OH അല്ലേ? അതായത് സെന്ററിൽ ഒരു കാർബൺ മാത്രമുള്ള കേസാണ് ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി രണ്ട് കാർബൺ ആറ്റം വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? രണ്ട് ഈ സൈഡിലേക്ക് തന്നെ വരക്കാണ്. രണ്ടെണ്ണം വരുവാണെങ്കിൽ ഒന്നാമത്തത് CHO, സെന്ററിൽ രണ്ട് കാർബൺ വരും, CH2OH. അപ്പൊ രണ്ട് OH ഒരേ സൈഡിൽ വരും, രണ്ട് H ഒരേ സൈഡിൽ വരുന്നത് ഉണ്ടാവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ രണ്ടാമത്തത് ഇതേപോലെ രണ്ട് കാർബൺ സെന്ററിൽ വരണം, CHOവും CH2OH ഉണ്ടാവും. ഒരു OH ലെഫ്റ്റിലും മറ്റേ OH റൈറ്റിലും വരുന്ന കേസ്. മീൻസ് ഒരു സൈഡിൽ രണ്ടെണ്ണം ഓപ്പോസിറ്റും ഒരു സൈഡിൽ രണ്ടെണ്ണം സെയിം ആയിട്ടും വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എറിത്രോസ്, ഡി എറിത്രോസ്. എറിത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സൈഡിലാണ് OH രണ്ടും വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനെ പറയുന്ന പേരാണ് ഡി ത്രിയോസ്. ത്രിയോസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് സെയിം സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും OHഉം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നത്. മീൻസ് ഒരു OHഉം ഒരു Hഉം ആണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഡി ഗ്ലിസറാൽഡിഹൈഡ് ആണ്. ഡി ഗ്ലിസറാൽഡിഹൈഡ് അല്ലേ? നമ്മൾ ഡി ഗ്ലിസറാൽഡിഹൈഡും L ഗ്ലിസറാൽഡിഹൈഡും പഠിച്ചിട്ടുണ്ട്. അതിൽ D ആണ് നമ്മളിപ്പോൾ എടുത്തത്. അതായത് റൈറ്റ് സൈഡിൽ OH വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഡി എറിത്രോസ് ആൻഡ് ഡി ത്രിയോസ് എന്ന് പറഞ്ഞത്. കാരണം ഡിയിൽ നിന്ന് വന്ന രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ OH രണ്ട് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ എറിത്രോസ്, ഒരു OH ഇപ്പുറത്തോ ഒരു OH ഇപ്പുറത്തോ വരുന്നെങ്കിൽ ത്രിയോസ് എന്ന് നമ്മൾ പറയും. ഇനി മൂന്ന് കാർബൺ ആറ്റം ഉള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നിന്നും മൂന്നെണ്ണം വരും. അതുപോലെ ത്രിയോസിൽ നിന്നും മൂന്നെണ്ണം കിട്ടും. ത്രിയോസിൽ നിന്ന് മൂന്നെണ്ണം കിട്ടും, എറിത്രോസിൽ നിന്ന് മൂന്നെണ്ണം കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ സെന്ററിൽ ഒരു കാർബൺ ഉള്ളതാണ് പറഞ്ഞത്. ഇവിടെ സെന്ററിൽ രണ്ട് കാർബൺ, ഇപ്പൊ രണ്ടിന്റെ നടുവിൽ രണ്ട് കാർബൺ ഉള്ളതാണ് പറഞ്ഞത്. ഇനി മൂന്ന് കാർബൺ ഉള്ളതാണ് പറയേണ്ടത്. മൂന്ന് കാർബൺ വരുന്നത്. ഓക്കെ, സോ മുകളിൽ CHO തന്നെയായിരിക്കും എപ്പോഴും, താഴത്തിൽ CH2OH തന്നെയായിരിക്കും എപ്പോഴും. ഓക്കെ, അങ്ങനത്തെ മൂന്നെണ്ണം വരച്ചു വെക്കാം ആദ്യം. അങ്ങനത്തെ രണ്ടെണ്ണം വരച്ചു വെക്കാം. ഓക്കെ, CHO, CH2OH എല്ലാത്തിലും രണ്ടെണ്ണം വീതം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരെണ്ണത്തിന് രണ്ടെണ്ണം ഉണ്ടായി, എറിത്രോസും അതിന്റെ ത്രിയോസും. ഈ എറിത്രോസിന്റെ രണ്ടെണ്ണം ഉണ്ടാവും, ത്രിയോസിന്റെ രണ്ടെണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം എറിത്രോസിന്റെ രണ്ടെണ്ണം ഏതൊക്കെയാണെന്ന് പറയാം. മൂന്ന് OHഉം കുറച്ച് സ്പേസ് വിട്ടിട്ട് വരക്കാം. ആദ്യം എറിത്രോസിന്റെ ഒരെണ്ണം പറയാം. അതായത് മൂന്ന് OHഉം ഒരേ സൈഡിൽ വരുന്നത്, മൂന്ന് ഹൈഡ്രജനും ഒരേ സൈഡിൽ വരുന്നത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി റൈബോസ്. റൈബോസ് ഷുഗർ എന്ന് കേട്ടിട്ടുണ്ട്. ഡി റൈബോസ് എന്ന് വിളിക്കും. ഡി റൈബോസ്. ഓക്കെ, ഡി റൈബോസ് എന്താണ്? മൂന്ന് OH ഒരേ സൈഡിൽ വരുന്നത്.
ഇനി ഈ എറിത്രോസിൻ്റെ തന്നെ എന്തുണ്ടാവും, OH ഡിഫറൻസ് സൈഡിൽ വരുന്നതുണ്ടാവും. അപ്പോൾ 3 കാർബൺ ആറ്റം വരക്കാം, മുകളിൽ CHO വരക്കാം, താഴത്ത് CH2OH വരക്കാം. ഒരു OH ഇപ്പുറത്ത്, ഒരു സൈഡിൽ OH മാത്രം ഡിഫറെൻ്റ് ആവുന്നുള്ളൂ, ബാക്കി OH രണ്ടും എന്താണ്, സെയിം സൈഡിൽ തന്നെ വരും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡി അറാബിനോസ്. അപ്പോൾ ഡി റൈബോസും ഡി അറാബിനോസ്. എന്തുകൊണ്ടാണ് ഡി എന്ന് വരുന്നത്? സെയിം സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ OH വരുന്നതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താഴത്തതല്ല, ഒന്നാമത്തെ കാർബണിൻ്റെത് മാത്രമേ ഡിഫറെൻ്റ് ആവുള്ളൂ. ഇത് HOH സെയിം സൈഡ് ആണെങ്കിൽ ഒന്നാമത്തെ കാർബണിൻ്റെ OH എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് വരും. അതാണ് നെക്സ്റ്റ്. ഇപ്പോൾ ഒന്ന് എറിത്രോസ്, ഒന്ന് ത്രിയോസ്. ഈ എറിത്രോസിൻ്റെ നോക്കുവാണെങ്കിൽ 3 കാർബൺ ഉള്ളതാണ് നമുക്ക് ഇനി എടുത്ത് കിട്ടേണ്ടത്. എറിത്രോസിൽ നിന്ന് 3 കാർബൺ ഉള്ള, അതായത് സെൻറ്ററിൽ 3 കാർബൺ വരുന്നത്. അതുകൂടാതെ ആൽഡിഹൈഡിലും ആൽക്കഹോൾ CH2OHലും എന്തുണ്ട്, കാർബൺ ഉണ്ട്. കൂടാതെ സെൻറ്ററിലും 3 കാർബൺ വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ എല്ലാ സൈഡിലും OH വരുന്നതിനെ ഡി റൈബോസ് എന്ന് വിളിക്കും. ഒന്നാമത്തെ കാർബണിലുള്ളതിന് മാത്രം ഡിഫറൻസ്, അതായത് അപ്പുറത്തെ OH ഇങ്ങോട്ടും H ഇങ്ങോട്ടും ആണ് വന്നിട്ടുള്ളത്, ബാക്കിയൊക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡി അറാബിനോസ് എന്ന് വിളിക്കും. ഇനി ഈ ത്രിയോസ് ഉണ്ടല്ലോ, ത്രിയോസിൽ നിന്ന് നമുക്ക് 2 എണ്ണം കിട്ടും. ത്രിയോസിൽ നിന്ന് കിട്ടുന്ന 2 എണ്ണത്തിന് ഞാൻ ഇങ്ങോട്ട് വരക്കുവാണ്, ഒന്ന് മുകളിലേക്കായിട്ട് വരക്കാം. അപ്പോൾ ത്രിയോസിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് 3 കാർബൺ ഉള്ളതിനാണ് വേണ്ടത്. സെൻറ്ററിൽ 3 കാർബൺ വരുന്നത്, മുകളിൽ CHO, താഴത്ത് CH2OH വരുന്ന അറിയാം. ഓക്കെ, അപ്പോൾ ആദ്യം HOH, നെക്സ്റ്റ് ഇവിടെ OH, പിന്നെ HOH. ഓക്കെ, HOH, OHH, അതുപോലെ ഇതിന് വിളിക്കുന്ന പേരാണ് ഡീക്സൈലോസ് എന്ന് പറയും, ഡീക്സൈലോസ്. നെക്സ്റ്റ് സ്ട്രക്ചറിൽ 3 കാർബൺ വരണം. ഇവിടെ CHO, ഇവിടെ CH2OH, ഇപ്പുറത്ത് HOH, OHH. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡി ലിക്സോസ് എന്ന് വിളിക്കും, ഡി ലിക്സോസ്. ഓക്കെ, സോ ഡി എറിത്രോസ്, ഡി ത്രിയോസ്, അത് ഡി റൈബോസ്, ഡി അറാബിനോസ് ആവും എറിത്രോസിന്റെ കേസിൽ. ഡി ത്രിയോസിന്റെ കേസിൽ ഡി സൈലോസും ഡി ലിക്സോസും ആവും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3 OH സെയിം സൈഡിൽ വരുന്നത്, ഇവിടെ ആദ്യത്തേൽ മാത്രം ഡിഫറൻസ് ഉണ്ട്. ഇവിടെ HOH, നെക്സ്റ്റ് HOH, ഇവിടെ നിന്ന് ഇങ്ങോട്ട് HOH, അങ്ങനെ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡി സൈലോസ്, ഡി ലിക്സോസ്, ഈ സ്ട്രക്ചർ ഏതെങ്കിലും ബേസിൽ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഇപ്പം നമ്മൾ റൈബോസ്, അറാബിനോസ്, സൈലോസ്, ലിക്സോസ് പറഞ്ഞു. ഇനി ഈ 4 എണ്ണത്തിൽ നിന്നും വീണ്ടും ഒരു ചെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് മായ്ക്കാൻ പോവാണെങ്കിൽ ശ്രദ്ധിക്കാം, ആദ്യം ഗ്ലിസറാൽഡിഹൈഡിൽ നിന്ന് എറിത്രോസും ത്രിയോസും ഉണ്ടായി, 2 എണ്ണം ഉണ്ടായി. പിന്നെ അതിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടി, എറിത്രോസിനകത്ത് നിന്ന് 2 എണ്ണം, ത്രിയോസിനകത്ത് നിന്ന് 2 എണ്ണം, ടോട്ടലി 4 എണ്ണം കിട്ടി. ഇനി നെക്സ്റ്റ് റൈബോസിൽ നിന്ന് 2 കിട്ടും, പിന്നെ അറാബിനോസിൽ നിന്ന് 2 എണ്ണം കിട്ടും, സൈലോസിൽ നിന്ന് 2, ലിക്സോസിൽ നിന്ന് 2, ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, 8 കിട്ടും. ഓക്കെ, അത് മാത്രമാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചെയിൻ ഫുള്ളായിട്ട് ഈ ബോട്ടിൽ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് സ്ട്രക്ചേഴ്സ് മാത്രമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഡി റൈബോസ്, അറാബിനോസ്, സൈലോസ്, ലിക്സോസ്. റൈബോസ്, അറാബിനോസ്, സൈലോസ്, ലിക്സോസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നിന്ന് 2 എണ്ണം വരും. ആ 2 എണ്ണമാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അതായത് നമുക്കിനി 4 കാർബൺ വരുന്നത്. ഇപ്പം 3 കാർബൺ വരുന്ന ഞാൻ നിർത്തി. അപ്പം ഈ ഉള്ളിൽ 4 കാർബൺ വരുന്നത്. അപ്പോൾ ഇവിടെ CH2OH, ഇവിടെ CHO. അപ്പോൾ ഇവിടെ ഫുള്ള് OH വരുന്ന ഒരെണ്ണം ഉണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞൊക്കെ എല്ലാ OH ഒരു സൈഡിൽ വരുന്നത്, HOH. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡി അല്ലോസ് എന്ന് പറയും, ഡി അല്ലോസ്. നെക്സ്റ്റ് 4 കാർബൺ വരുന്നത് റൈബോസിന്റെ കേസിൽ 4 എണ്ണം വരുന്നത്. ഇവിടെ CH2OH ആയിരിക്കും, ഇവിടെ CHO ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഡിഫറൻസ് ഉണ്ടാവും, HOH എന്നാവും. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും, OH. ഫസ്റ്റ് കാർബൺ മാത്രം ഡിഫറൻസ് ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡി ആൾട്രോസ് എന്ന് പറയും, ഡി ആൾട്രോസ്. ഓക്കെ, നെക്സ്റ്റ് ഇനി അറാബിനോസിന്റെ കേസിൽ 2 എണ്ണം വരും. അറാബിനോസിന്റെ കേസിൽ 2 എണ്ണം വരും. അപ്പോൾ ഒന്നാമത്തത്
എല്ലാത്തിനും 4 കാർബണാണ്. അപ്പോൾ രണ്ടെണ്ണം ഒന്നിച്ച് ചേർക്കുക. 4 കാർബൺ വരും. മുകളിൽ CHO തന്നെയാണ് രണ്ടിലും, താഴെ CH2OH തന്നെയാണ്. ഓക്കെ. ഇനി 4 OH എങ്ങനെ വരും? ഫസ്റ്റത്തത് HOH, പിന്നെ OH H, പിന്നെ HOH. അതായത് രണ്ടാമത്തെ കാർബണിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ. ബാക്കിയുള്ള HOH തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് ഒന്നാമത്തെ കാർബണിൽ ഇവിടെ OH വരും. ഇവിടെ മുകളിൽ വരക്കണം. ഇവിടെ OH, ഇവിടെ H വരും. ഇവിടെയും OH, ഇവിടെ H വരും. ഇവിടെ HOH. അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഗ്ലൂക്കോസ് ആണ്, ഡി ഗ്ലൂക്കോസ്. ഇത് ഡി മാനോസ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കുക. ഇവിടെ HOH, അതായത് സെക്കൻഡ് കാർബൺ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, അതായത് തിരിച്ചു വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ സെയിം HOH തന്നെയാണ്. ഇവിടുത്തെ കേസിൽ HOH രണ്ടെണ്ണം ഒരേപോലത്തെ, പിന്നെ രണ്ടെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, മീൻസ് ഇങ്ങോട്ടുള്ളത് രണ്ടെണ്ണം ഇങ്ങോട്ടുള്ളത്. അതാണ് എന്ത് മാനോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സൈലോസിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടാവും, ലിക്സോസിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടാവും. ഇപ്പോൾ സൈലോസിൻ്റെ രണ്ടെണ്ണം ആദ്യം വരക്കുവാണ്. 4 കാർബൺ ഉണ്ടാവും, താഴെ CH2OH ഉണ്ടാവും, മുകളിൽ CHO ഉണ്ടാവും. ഓക്കെ. അതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തത് HOH ആണ്, രണ്ടാമത്തതും HOH ആണ്, മൂന്നാമത്തത് OHH ആണ്, നാലാമത്തത് HOH ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗൂലോസ്, ഡി ഗൂലോസ്. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ 4 ഉണ്ടാവും, 4 കാർബൺ ഉണ്ടാവും, മുകളിൽ CHO ഉണ്ടാവും, ഇവിടെ CH2OH ഉണ്ടാവും. അടുത്തത് ഇവിടെ OH H, ഇവിടെ HOH, ഇവിടെ OHH, ഇവിടെ HOH. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡി അയോഡോസ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ റൈബോസിൻ്റെ രണ്ടെണ്ണം, അരാബിനോസിൻ്റെ രണ്ടെണ്ണം, സൈലോസിൻ്റെ രണ്ടെണ്ണം, ടോട്ടൽ 6 എണ്ണം. ലിക്സോസിൻ്റെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരെണ്ണം സൈഡിൽ വരക്കാം. ലിക്സോസിൻ്റെ ഞാൻ താഴോട്ട് വരക്കാം. ലിക്സോസിൻ്റെ ഞാൻ താഴോട്ട് വരക്കാൻ പോവാണ്. ലിക്സോസിൻ്റെ രണ്ടെണ്ണം വരും. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടെയും ഒരെണ്ണം കുറച്ച് അങ്ങോട്ടായിട്ട് വരക്കുവാണ്. ഒന്നാമത്തേത് ഇപ്പോൾ 4 കാർബണാണ് ഉള്ളത് ഉള്ളിൽ, താഴെ CH2OH ആണ്, മുകളിൽ CHO ആണ്. സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH H OH. ഇതാണ് എന്ത്? ഡി ഗാലക്ടോസ് എന്ന് പറയും. ഗാലക്ടോസ്. ഇത് നടുവിൽ രണ്ടെണ്ണം OH ഇങ്ങോട്ട് വരുന്നതാണ് ഗാലക്ടോസ്. വേറെണ്ണം കൂടി കിട്ടും, ടാലോസ് എന്ന് പറയും. ടാലോസ് 4 കാർബൺ, താഴെ CH2OH, മുകളിൽ CHO. ഇവിടെ OH H, ഇവിടെ OH. ഇതിൻ്റെ പേരാണ് ഡി ടാലോസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ സ്ട്രക്ചർ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ട്രിക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഗ്ലിസറാൽഡിഹൈഡ്, അതിൽ നിന്ന് 2 എണ്ണം, എറിത്രോസും ത്രിയോസും. പിന്നെ അതിൽ നിന്ന് 4 എണ്ണം, എറിത്രോസിൽ നിന്ന് 2, ത്രിയോസിൽ നിന്ന് 2. അതായത് റൈബോസ്, പിന്നെ അരാബിനോസ്, സൈലോസ്, ലിക്സോസ്. ആ 4 എണ്ണത്തിൽ നിന്നാണ് വീണ്ടും നമുക്ക് എന്ത് കിട്ടുന്നത്? ഓരോന്നിന് 2 വീതം, ടോട്ടൽ 8 എണ്ണം കിട്ടും. അപ്പം ഇതിൻ്റെ ഉള്ളിൽ 4 കാർബൺ വരുന്നത്, അതായത് ടോട്ടൽ 6 കാർബൺ ആയിരിക്കും, ഉള്ളിൽ 4 കാർബൺ വരുന്നത്. ഓക്കെ. അങ്ങനത്തെ ആണെന്ത് ഗ്ലൂക്കോസ്. ഇപ്പം ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നോക്ക്, 6 കാർബണാണ് ഉള്ളത്, അതായത് ഉള്ളിൽ 4 കാർബൺ ഉണ്ട്, അതുകൂടാതെ പുറത്ത് CHOയും CH2OH, ടോട്ടൽ 6 കാർബണാണ് ഉള്ളത്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആ ബെൻസീൻ പോലത്തെ സൈക്ലോഹെക്സൈൻ്റെ സ്ട്രക്ചർ ഇല്ലേ, ആ പോലത്തെ സ്ട്രക്ചർ വരുന്നത്. അതെന്താണ്? 6 കാർബൺ ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ, കാർബോഹൈഡ്രേറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും.